ലോകത്തിന്റെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ അതായത് LNGയുടെ ഏകദേശം 20% വിതരണം ചെയ്യുന്ന ഒരിടം അവർ ഒരൊറ്റ രാത്രി കൊണ്ട് തകർത്തു. നമ്മൾ ഉറങ്ങുമ്പോഴായിരുന്നു ഇതെല്ലാം നടന്നത്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ തങ്ങൾ എത്ര വലിയൊരു ഊർജ പ്രതിസന്ധിയുടെ വക്കിലായിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഉറങ്ങിക്കിടന്ന ആ സമയത്ത് അവിടെ മറ്റൊരു തരത്തിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് വെറും ടാങ്കുകളും പട്ടാളക്കാരും തമ്മിലുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല. മറിച്ച് ഇതൊരു പൈപ്പ് ലൈനുകൾക്കും റിഫൈനറികൾക്കും ഗ്യാസ് ഫീൽഡുകൾക്കും നേരെയുള്ള യുദ്ധമായിരുന്നു. സത്യത്തിൽ നമ്മുടെ വീടുകളിൽ വെളിച്ചമെത്തിക്കുന്നതും രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നതും ഇത്തരം സംവിധാനങ്ങളാണ്. ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇറാൻ ഖത്തറിലെ റാസ് ലഫാനിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG ഹബ്ബാണിത്. വീടുകളെയും ഫാക്ടറികളെയും ഒട്ടുമിക്ക രാജ്യങ്ങളെയും നിശബ്ദമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഈ ഇടമാണ്. ഇതേ സമയം തന്നെ ഇസ്രായേൽ ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡും ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ, രണ്ടുപേര് തമ്മിൽ അടിക്കുമ്പോൾ പരസ്പരം തല്ലുന്നതിന് പകരം എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന കടകൾ തീയിടുന്നത് പോലെയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത്? ഈ പ്രശ്നങ്ങളൊന്നും ഒരു പെട്രോൾ ടാങ്കറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ അതിർത്തി തർക്കത്തിൽ നിന്നോ തുടങ്ങിയതല്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ തുടക്കം കുറിച്ച ഭീകരമായ ഒന്നിൽ നിന്നാണ്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുടെ വധവും അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഉയർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. ഓരോരുത്തരായിട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ടാർഗറ്റ് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അലി ലാരിജാനിയെ പോലെയുള്ള ശക്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ മുതൽ ബസിജ് കമാൻഡർമാരോ ഇന്റലിജൻസ് മന്ത്രിയും വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, തങ്ങളുടെ ഏറ്റവും ഉയർന്ന നേതാക്കൾ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് ഏതൊരു രാജ്യത്തിനാണ് കണ്ടു നിൽക്കാൻ കഴിയുക? അത്തരമൊരു രാജ്യം ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ വധശിക്ഷകൾക്ക് ശേഷം ഇസ്രായേൽ തങ്ങളുടെ തന്ത്രം മാറ്റി. നേതാക്കളെ കൊല്ലുന്നതിന് പകരം ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഓയിൽ, ഗ്യാസ് മേഖലകളെ തകർക്കാൻ അവർ തീരുമാനിച്ചു. ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ഒന്നായിരുന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് എവിടെയാണോ അവിടെ തന്നെ അടിക്കുക. ഇസ്രായേലിനെതിരെ മാത്രമല്ല, ഗൾഫിലെ മറ്റു രാജ്യങ്ങൾക്കെതിരെയും തിരിച്ചടിക്കാൻ ഇറാനെ നിർബന്ധിതരാക്കുക എന്നതായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ പലതും ഇസ്രായേലിൻ്റെ സാമ്പത്തിക എതിരാളികളാണ്. അവർ ഊർജം കൊണ്ട് സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ മേഖല മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ തൻ്റെ എതിരാളികളെക്കാൾ നന്നായി ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ഗൾഫ് മേഖലയെ മുഴുവൻ ഒരു വലിയ തകർച്ചയിലേക്ക് വലിച്ചിഴക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇറാൻ ഒരിക്കലും ഈ ആക്രമണങ്ങൾ നോക്കി നിൽക്കില്ല. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ ഓയിൽ, ഗ്യാസ് പ്ലാന്റുകൾ ഞങ്ങൾ ചാരമാക്കുമെന്ന് റവല്യൂഷണറി ഗാർഡ് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അവരത് ചെയ്യുകയും ചെയ്തു. ഒരൊറ്റ രാത്രി കൊണ്ട് പല രാജ്യങ്ങളിലായിട്ട് ഇറാനെ ആക്രമണം നടത്തി. ഇസ്രായേലിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് മിസൈലുകൾ അയച്ചു. ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈന്, ഒമാന്, ജോർദാൻ എന്നിവിടങ്ങളിലേക്കും ആ മേഖലയിലെ അമേരിക്കൻ ബേസുകളിലേക്കും മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ഇതൊരു ചെറിയ പ്രതികരണമായിരുന്നില്ല. മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടത്തിൻ്റെ പകുതിയോളം ഭാഗത്ത് തീ കൊണ്ടെഴുതിയ ഒരു സന്ദേശമായിരുന്നു അത്. ഈ പുതിയ യുദ്ധമുഖത്തിൻ്റെ പ്രധാന അടയാളമായിട്ട് ഖത്തർ മാറി. റാസ് ലഫാൻ എന്നത് വെറുമൊരു ഇൻഡസ്ട്രിയൽ ഏരിയയല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG ഉൽപ്പാദന കയറ്റുമതി കേന്ദ്രമാണത്. യൂറോപ്പിലെ തണുപ്പ് കാലത്ത് നിങ്ങൾ ഹീറ്റർ ഓൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി ഉപയോഗിക്കുമ്പോഴോ അതിനു പിന്നിലെ ഊർജം ഈ റാസ് ലഫാനിൽ നിന്നാകാൻ വലിയ സാധ്യതയുണ്ട്. തങ്ങളുടെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡ് ആക്രമിച്ച പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ലിസ്റ്റിൽ റാസ് ലഫാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈലുകൾ അവിടെ പതിച്ചപ്പോൾ വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായി. ഖത്തറിലെ ഊർജ്ജ കമ്പനി തന്നെ അവിടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. ഭാഗ്യവശാൽ ആ സമയത്ത് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തർ ഇതിനോട് വളരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. അവർ ഈ ആക്രമണത്തെ അപലപിക്കുകയും ഇത് വലിയൊരു അപകടത്തിലേക്കുള്ള പോക്കാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് അവർ ഒരു വലിയ നയതന്ത്ര നീക്കം നടത്തി. ഇറാന്റെ മിലിറ്ററി, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ അവർ പുറത്താക്കി. പ്രശ്നങ്ങളുണ്ടെങ്കിലും പല വാതിലുകളും തുറന്നിടാറുള്ള ആ മേഖലയിൽ ഇതൊരു ചെറിയ കാര്യമല്ല. പെട്ടെന്ന് നമ്മൾ കാണുന്നത് വെറും മിസൈൽ ആക്രമണങ്ങൾ മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന ചെറിയ ബന്ധങ്ങൾ പോലും തകരുന്നത് കൂടിയാണ്. ഇത് ഖത്തറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല.
യുഎഇയിൽ ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞു നിർത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാനെ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. സൗദി അറേബ്യയിൽ റിഫൈനറികൾക്കും പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്കും അടുത്തുള്ള ആളുകളോട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. റിയാദിന് മുകളിൽ മിസൈലുകൾ തടഞ്ഞു നിർത്തി. ഒമാനിൽ ഡ്രോൺ ആക്രമണത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചില തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ജോർദാനിലെയും ഇറാഖിലെയും അമേരിക്കൻ ബേസുകൾ ആക്രമിക്കപ്പെട്ടു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഊർജ്ജ മേഖല ഇപ്പോൾ ഒരു യുദ്ധക്കളമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഖത്തർ, യുഎഇ, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള രാജ്യങ്ങളാണ്. സ്ഥിരതയുള്ള ഓയിൽ ഗ്യാസ് ഉൽപ്പാദനമാണ് ഇവരുടെ കരുത്ത്. ഇപ്പോൾ ഈ പ്ലാന്റുകൾക്കടുത്തേക്ക് മിസൈലുകൾ വന്ന് വീഴുന്നത് ആലോചിച്ച് നോക്കൂ. ഈ ഒരു തന്ത്രത്തെ ഓപ്പറേഷൻ മാഡം എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും അത്രത്തോളം നശിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ലോകം മുഴുവൻ ഇടപെട്ട് ഈ യുദ്ധം നിർത്താൻ നിർബന്ധിതരാകും. എളുപ്പത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നത് തുടർന്നാൽ എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ ചർച്ചാ മേശയിലേക്ക് വലിച്ചഴിച്ചോളും എന്നൊരു ലൈൻ. അതേസമയം ഇസ്രായേലിലെ ബെൻ ഗുറിയൻ എയർപോർട്ടിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറക്കുന്ന ഇടങ്ങളിൽ തങ്ങൾ ആക്രമണം തുടങ്ങിയതായിട്ട് ഇറാന് അവകാശപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പകലുകൾ രാത്രികളായിട്ട് മാറും എന്നാണ് റവല്യൂഷണറി ഗാർഡ് നൽകുന്ന മുന്നറിയിപ്പ്. ലളിതമായിട്ട് പറഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ കടുത്ത നിലപാടിലാണ്. കണ്ണിന് കണ്ണ് എന്ന രീതിയിലുള്ള പ്രതികാരം തുടങ്ങിയെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പരസ്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടിച്ചാലേ ഞങ്ങൾ നിങ്ങളുടെ കേന്ദ്രങ്ങളും അടിക്കും. നിങ്ങൾ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്താലേ ഞങ്ങൾ ഈ മേഖലയുടെ മുഴുവൻ ഊർജ്ജ സംവിധാനങ്ങളെയും തകർക്കും. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനികവും രാഷ്ട്രീയവുമായിട്ടുള്ള പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ യുദ്ധം ഇറാനെ ഉണർത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വലിയ ബഹളങ്ങൾക്കിടയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട്. 2025 ജൂണിൽ നടന്ന മിഡ്നൈറ്റ് ഹാമർ എന്ന ഓപ്പറേഷന് ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. അവ വീണ്ടും നിർമ്മിക്കാൻ ഇതുവരെ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇറാനെ ആക്രമിക്കാൻ പറയുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് അവർ ബോംബുണ്ടാക്കാൻ പോകുന്നു എന്നാണ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് ഒരു റിപ്പോർട്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പേപ്പറിൽ നോക്കിയാൽ ഇറാന്റെ ആണവശേഷി നശിപ്പിക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ സെനറ്റിൽ സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനു പകരം റഷ്യയും ചൈനയും ഇറാനുമൊക്കെ ചേർന്ന് അമേരിക്ക വരെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ നിർമ്മിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അവിടെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാണ്. ഇറാനെ ആണവ പദ്ധതികൾ നിർത്തിയെന്ന് ഇന്റലിജൻസ് സമ്മതിക്കുന്നുണ്ടെങ്കിലും ആണവ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ യുദ്ധം ഭരണകൂടം ഇപ്പോഴും തുടരുകയാണ്. ഇതിനെ ക്രിമിനൽ സ്വഭാവമുള്ള നീക്കം എന്നാണ് പറയപ്പെടുന്നത്. ഒരു രാജ്യത്തെ ആക്രമിക്കുക, അവിടുത്തെ സൗകര്യങ്ങൾ നശിപ്പിക്കുക, നേതാക്കളെ കൊല്ലുക, എന്നിട്ട് മാസങ്ങൾക്ക് ശേഷം പഴയ കാരണങ്ങൾ ഒന്നും സത്യമല്ല എന്ന് പതുക്കെ സമ്മതിക്കുക. ഇതിന് ഇടയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കടന്നുവരവ്. ഇത് ഒരേ സമയം നാടകീയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതുമാണ്. ഇസ്രായേൽ ഇറാന്റെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡിനെ ആക്രമിച്ചതിനെ ട്രംപ് വിമർശിച്ചു. അമേരിക്കയോടോ ഖത്തറിനോടോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം മറ്റൊരു ഭീഷണി കൂടി മുഴക്കുന്നുണ്ട്. ഇനി ഖത്തറിൻ്റെ LNG കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് അമേരിക്ക പൂർണ്ണമായിട്ടും തകർക്കും. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ശക്തി ഉപയോഗിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു വശത്ത് ആക്രമണത്തെ എതിർക്കുകയും മറുവശത്ത് അതിലും വലിയ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. യുദ്ധത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ കൂടി കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ജപ്പാൻ, ഇറ്റലി, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളോട് ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം വിചാരിച്ച പ്രതികരണമല്ല അവിടെ നിന്ന് കിട്ടിയേ. ജപ്പാനും ഇറ്റലിയും വേണ്ട എന്ന് പറഞ്ഞു. തങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് എതിരായതുകൊണ്ട് കപ്പലുകൾ അയക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയയും ഇതേ നിലപാട് തന്നെയാണ് എടുത്തത്. അമേരിക്കയുടെ കൂടെയുള്ളവർ ഓരോരുത്തരായിട്ട് പിന്മാറുകയാണ്. അവർ പ്രസ്താവനകൾ നടത്താൻ തയ്യാറാണ്. പക്ഷേ തങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് കപ്പലുകളോ സൈനികരെയോ വിടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്.
അതേസമയം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കുറച്ചുകൂടി കരുതലോടെയാണ് സംസാരിക്കുന്നത്. താൻ ഖത്തർ അമീറുമായിട്ടും ട്രംപുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വെള്ളം, ഗ്യാസ് എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണം ഉടൻ നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഊർജ്ജ വിതരണം സുരക്ഷിതമായിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ കളിക്കുന്നത് തീവച്ചാണ്, ഇത് നിയന്ത്രണം വിട്ടുപോകുന്നതിന് മുമ്പ് നിർത്തണമെന്ന് നയതന്ത്രപരമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറയുകയായിരുന്നു. ഇനി ഇതിൻ്റെ വലിയൊരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുമാണ്. ഇവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് തീരുമെന്നാണ് അവർ കരുതിയത്. നേതാക്കളെ കൊല്ലുക, ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, ജനങ്ങൾക്കിടയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ഇറാൻ തകരും. ആഴ്ചകൾക്കുള്ളിൽ തീരുന്ന ഒരു കളി എന്ന നിലയിലാണ് ഇതിനെ അവതരിപ്പിച്ചത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ അത്ര എളുപ്പമല്ല. തകരുന്നതിന് പകരം ഇറാന് ശക്തമായിട്ട് തിരിച്ചടിയാണ്. തങ്ങളുടെ നേതാക്കളെ കൊല്ലുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന് പകരം അവർ യുദ്ധം പലയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. നിങ്ങൾ എത്രത്തോളം അവരെ ഞെരുക്കുന്നുവോ അത്രത്തോളം ആ മേഖലയിൽ തീ പടരും. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ തകർന്നാൽ പോലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. തകർന്ന ഒരു ഇറാൻ എന്നാൽ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ അരാജകത്വവും അക്രമവും പടരുമെന്ന അർത്ഥം. ഒരു വലിയ രാജ്യം തകരുമ്പോൾ ആ പ്രശ്നങ്ങൾ അതിർത്തി കടന്ന് എല്ലായിടത്തേക്കും എത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അലി ലാരിജാനിയെ പോലുള്ള നേതാക്കളുടെ കൊലപാതകം ഇതിനൊരു നല്ല ഉദാഹരണമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. സംസാരിക്കാൻ സാധ്യതയുള്ള ആളുകളെ കൊല്ലുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ശത്രുവിനെ മാത്രമല്ല കൊല്ലുന്നത്, സമാധാനത്തിനുള്ള അവസാന വഴികൾ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണത്. ആ വഴികൾ അടഞ്ഞാൽ പിന്നെ അവിടെ അക്രമം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അക്രമം കൊണ്ട് മാത്രം ശാശ്വതമായിട്ടുള്ള സമാധാനം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഈ ഊർജ്ജ യുദ്ധം തുടർന്നാൽ, ഓയിൽ ഫീൽഡുകളും റിഫൈനറികളും ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തെ ഇരകൾ മിഡിൽ ഈസ്റ്റിലെ സാധാരണക്കാരായിരിക്കും. പക്ഷേ അത് അവിടെ അവസാനിക്കില്ല. ഇന്ധനവില കുതിച്ചുയരും, വിതരണ ശൃംഖലകൾ തകരും. പാവപ്പെട്ട രാജ്യങ്ങൾ ഇന്ധനത്തിനായിട്ട് വലിയ വില നൽകേണ്ടി വരും. ഭക്ഷണം മുതൽ യാത്ര വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെലവ് കൂടും. റാസ് ലഫാനും സൗത്ത് പാർസുമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനും വലിയൊരു ബന്ധം ഈ ലോകത്തിനുണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം പിന്നിൽ അത്ര സുഖകരമല്ലാത്ത മറ്റൊരു സത്യം കൂടിയിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ എടുക്കുന്നവർ സുരക്ഷിതമായിട്ട് മുറികളിൽ എല്ലാം കാവലോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് അവിടെ ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളും റിഫൈനറികൾക്ക് അടുത്ത് താമസിക്കുന്ന കുടുംബങ്ങളുമാണ്. പാതിരാത്രിയിൽ സൈറണുകളും പൊട്ടിത്തെറികളും കേൾക്കുന്ന നഗരങ്ങളിലെ കുട്ടികളാണ്. അവരുടെ വരുമാനവും വെളിച്ചവും പ്രിയപ്പെട്ടവരെയുമാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധം നിർത്തണമെന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇറാൻ നല്ലവരായതുകൊണ്ടോ ഇസ്രായേൽ മാത്രം ചീത്ത ആയതുകൊണ്ടോ അല്ല, മറിച്ച് ഈ നേതാക്കൾ തെരഞ്ഞെടുത്ത വഴി എല്ലാവർക്കും നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. ലോക സാമ്പത്തിക രംഗത്തെയും രാജ്യങ്ങളുടെ സുരക്ഷയെയും ഇത് ബാധിക്കും. ട്രംപും നെതന്യാഹുവും എന്ന ഈ രണ്ടുപേരെ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്കായിട്ട് ലോകത്തെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വലിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. ഇത് എവിടെയോ ഉള്ള ഒരു മരുഭൂമിയിലെ വഴക്കല്ല. ഇത് നമ്മുടെ ആധുനിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം, വെള്ളം, വ്യാപാരം എന്നിവയ്ക്ക് നേരെയുള്ള യുദ്ധമാണ്. ഒരൊറ്റ രാത്രിയിലെ മിസൈൽ ആക്രമണം ലോകത്തിൻ്റെ മറുഭാഗത്തുള്ള മാർക്കറ്റുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈ ഭ്രാന്ത് ഉടനെ നിർത്തിയില്ലെങ്കിൽ തകരുന്നത് വെറും ഓയിൽ ടാങ്കുകൾ മാത്രമായിരിക്കില്ല. ഈ യുദ്ധത്തിൻ്റെ തണലിൽ വളരുന്ന ഒരു തലമുറയ്ക്ക് ഇതിൻ്റെ വലിയ വില നൽകേണ്ടി വരും. നേതാക്കളുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം ഒരു വലിയ വിഭാഗം ജനത വലിയൊരു അവസ്ഥയിലേക്ക് തള്ളപ്പെടും. മിഡിൽ ഈസ്റ്റിൽ പടരുന്ന ഈ തീ അണച്ചില്ലെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണെന്ന് നമുക്കിനി പറയാൻ കഴിയില്ല. അത് എല്ലാവരുടെയും പ്രശ്നമായിട്ട് മാറുന്നതാണ്.